നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പണം ഒരാളുടെ സ്വഭാവം പരീക്ഷിക്കുന്ന ഏറ്റവും കഠിനമായ കണ്ണിയാണ്. പണം വന്നപ്പോൾ ഒരാൾക്ക് ശബ്ദമുണ്ടായെങ്കിൽ പണം ഇല്ലാതാകുമ്പോൾ നമുക്ക് മൗനം താങ്ങാനാവില്ല. പണം എന്ത് നൽകുന്നു എന്നതല്ല, അത് നമ്മളിൽ നിന്നും എന്തെടുത്തു എന്നതാണ് യഥാർത്ഥ കണക്കെടുപ്പ്. ആദരണീയനായ ബിഷപ്പ് നോബിൾ ഫിലിപ്പും രേണു സുധിയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകുമോ അതോ ഗുണ്ടായിസം തുടരുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ കലാസ്നേഹികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഹാസ്യ കലാകാരനായിരുന്നു കൊല്ലം സുധി. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന കോമഡി ഷോയിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു കൊല്ലം സുധി. അതിലെ ഏറ്റവും മൂല്യമുള്ള താരവുമായിരുന്നു. ആ ഷോയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നല്ലോ അദ്ദേഹം ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗം എല്ലാവരിലും വേദനയും ഞെട്ടലും ഉളവാക്കിയിരുന്നു. അന്ന് സുധിയുടെ ഭാര്യ രേണു സുധി ഒരു കൈക്കുഞ്ഞുമായി ജീവിതമിനി എന്തെന്ന് എങ്ങനെ എന്ന ചോദ്യത്തിന് മുൻപിൽ നിസ്സഹായയായി പകച്ചു നിൽക്കുന്ന ദയനീയ കാഴ്ച ഇന്നും ആരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സുധിയുടെ കുടുംബത്തെ അനാഥമാക്കാൻ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനവുമായി അവരെ സഹായിക്കാൻ സുധിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിരവധി പേർ മുന്നോട്ട് വന്നു. മാധ്യമരംഗത്തെ മനുഷ്യസ്നേഹിയായ ഫ്ലവേഴ്സ് ചാനലിലെ MD ശ്രീകണ്ഠൻ നായർ അന്ന് അവിടുത്തെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് ഒരു കുടുംബനാഥനെ പോലെ എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തുകയാണ് ഉണ്ടായത്. കൂടാതെ അദ്ദേഹം കുട്ടികളുടെ പഠനകാര്യങ്ങൾ നോക്കാമെന്നും അവർക്കൊരു വീട് നിർമ്മിച്ചു നൽകാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും ഉറപ്പുകൊടുത്തു. സ്റ്റാർ മാജിക്കിലെ പല താരങ്ങളും അവർക്കാകും വിധം അന്ന് ആ കുടുംബത്തെ സഹായിച്ചു. അതിലെടുത്തു പറയേണ്ടത് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യമാണ്. ലക്ഷ്മി നക്ഷത്രയുടെ സഹായവും സമീപനവും അന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് പകർന്നത്. പിന്നങ്ങോട്ട് സഹായങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു. സുധിയെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും സന്നദ്ധ സംഘടനകളും സുധിയുടെ സഹപ്രവർത്തകരായ മിമിക്രിക്കാരുമടക്കം സഹായങ്ങളുമായി എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവരുടെ വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു ജോലി കൊടുക്കാമെന്ന് ശ്രീകണ്ഠൻ നായർ വാഗ്ദാനം ചെയ്തു. അത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള വഴിയൊരുക്കലായിരുന്നു. എന്നാൽ അതവർ നിരസിക്കുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. പിന്നീട് അവർ സോഷ്യൽ മീഡിയയിൽ സജീവമായി റീൽസിലും മറ്റും പ്രത്യക്ഷപ്പെട്ടു. കൂടാതെ അഭിനയ രംഗത്തേക്കും കടന്നു. ആ സമയത്ത് സൈബർ ഇടങ്ങളിൽ അവരെ പലരും കോമാളി കഥാപാത്രമായി അവതരിപ്പിച്ചു. അത്തരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും അവർ പാത്രമായി. അതിലൊന്നും അവർ പതറിയില്ല, പരിഭവിച്ചുമില്ല. അതിനെയൊക്കെ അവർ സധൈര്യം നേരിട്ടു. അത്തരത്തിൽ ഒരു നെഗറ്റീവ് ഇമേജ് നിലനിന്നിരുന്ന സമയത്താണ് രേണുവിന്റെ ബിഗ് ബോസിലേക്കുള്ള കടന്നുവരവ്. അവിടെയാകട്ടെ അധിക്ഷേപങ്ങൾ പലതും നേരിട്ട് മുഖതാവിൽ കേൾക്കേണ്ടി വന്നു. ഡാഗിനിയെ പോലെ ഉണ്ടെന്നും മുഖം പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കണമെന്നും കൂടാതെ ഏറ്റവും നികൃഷ്ടമായ ഒരു പേരും അവർക്ക് ചാർത്തിക്കൊടുത്തു: സെപ്റ്റിക് ടാങ്ക്. ഒരു സഹമത്സരാർത്ഥി പറഞ്ഞു രേണുവിന്റെ മുഖം കാണുമ്പോൾ ഥൂ എന്ന് ആട്ടാൻ തോന്നുമെന്ന്. ഇതെല്ലാം കേട്ടും സഹിച്ചും അവരോട് മറുപടി ഒന്നും പറയാതെ അവിടെ ഇരുന്ന് സ്വയം കരഞ്ഞു പറഞ്ഞത് നാം കേട്ടതല്ലേ. ഞാനൊരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ, ഒരു വിധവയല്ലേ എന്നൊക്കെ. ഇത് കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ അവരോട് സ്നേഹവും സഹതാപവും അനുകമ്പയും ഒക്കെ തോന്നി തുടങ്ങി. അവർക്ക് വേണ്ടി ബിഗ് ബോസിന് പുറത്ത് പലരും ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ഞാൻ എന്റെ ചാനലിൽ ഒരു എപ്പിസോഡും ചെയ്തു. 167ാമത്തെ എപ്പിസോഡ്. ആ എപ്പിസോഡിന്റെ തമ്പനയിൽ ഓമന പേര് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു. ആ എപ്പിസോഡ് കണ്ട 95% ആൾക്കാരും രേണുവിനോട് അനുഭാവപൂർവമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. 34 ദിവസത്തെ ബിഗ് ബോസ് ജീവിതം അവരെ അടിമുടി മാറ്റിമറിച്ചു. അങ്ങനെ 34 ദിവസത്തെ ബിഗ് ബോസ് ജീവിതം അവർക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം ലഭിക്കാനിടയാക്കി. ബിഗ് ബോസിൽ നിന്നിറങ്ങുമ്പോൾ അവർക്ക് വലിയൊരു തുക പ്രതിഫലമായി കിട്ടുകയും പുറത്തിറങ്ങി അവർക്ക് സെലിബ്രിറ്റി പട്ടം ചാർത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അവരുടെ രൂപത്തിലും ഭാവത്തിലും അപ്പാടെ മാറ്റം വരുത്തി. അടിമുടി മാറ്റം. വലിയൊരു മേക്ക് ഓവറിന് അവർ വിധേയയായി. സ്കിൻ കളറിലും ഹെയർ സ്റ്റൈലിലും ദന്ത സൗന്ദര്യവും ഡ്രസ്സിംഗിലെ സ്റ്റൈലുമൊക്കെ നല്ല പണം ചെലവഴിച്ചുള്ള ചേഞ്ച് ഓവറുകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് രേണുവിന് തിരക്കുകളുടെ നാളുകളായിരുന്നു. ഉദ്ഘാടനങ്ങളും വിദേശ യാത്രകളും ഒക്കെയായി സന്തോഷത്തിന്റെ ദിനങ്ങൾ. അവരുടെ ഈ മാറ്റത്തിലും ഉയർച്ചയിലും അവരുടെ അഭ്യുദയകാംക്ഷികളായ എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. ഒരു അബലയായ സ്ത്രീ പൊരുതി നേടിയ വിജയമാണെന്ന് പറഞ്ഞ് പലരും അവരെ പ്രശംസിച്ചു. ഇനി നമുക്ക്
ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കാം. സുധിയുടെ മരണശേഷം സുധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായ ഒരു വീടെന്ന ആഗ്രഹം സഫലമാക്കുവാനായി ശ്രീകണ്ഠൻ നായർ മുൻകൈയെടുത്തു. ആദരണീയനായ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് തന്റെ കുടുംബ സ്വത്തിൽ നിന്നും തൃക്കൊടിത്താനത്തുള്ള കണ്ണായ 7 സെന്റ് സ്ഥലം നൽകുകയും അതിൽ KHDEC എന്ന സന്നദ്ധ സംഘടനയുടെ സാരഥിയായ ഫിറോസ് വീട് വെച്ച് നൽകുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് 7 സെന്റ് സ്ഥലവും ഒരു വീടും വേണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചിലവാകേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സുധി എന്ന കലാകാരനോടുള്ള ഇഷ്ടവും സ്നേഹവും മാത്രമല്ല, ആ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ബിഷപ്പിന്റെയും ഫിറോസിന്റെയും മഹത്തായ സംഭാവനയായിരുന്നല്ലോ സുധിയുടെ കുഞ്ഞുങ്ങൾക്കായി നൽകിയ ആ വസ്തുവും അതിൽ പണി കഴിപ്പിച്ച ആ വീടും. എന്നാൽ ഈ കരുണ കാണിച്ച ആ വലിയ മനസ്സിന്റെ ഉടമകൾ ഇന്ന് അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് വിലപിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. 7 സെന്റ് സ്ഥലം ദാനം ചെയ്ത ആദരണീയനായ ബഹുമാന്യനായ ഒരു ബിഷപ്പാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിക്കായിരിക്കും. ഒരു പിതാവാണ് ഗുരുതരമായ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വീട് വെച്ച് നൽകിയത് മുതൽ ആരംഭിച്ചതാണ് രേണു സുധിയുടെ ഈ കുറ്റപ്പെടുത്തലുകൾ. ആദ്യമൊക്കെ ആരും അതത്ര കാര്യമാക്കിയില്ല. എന്നാൽ ആ കുറ്റപ്പെടുത്തലുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരമാണ് ഉണ്ടായത്. അത് ആ വീട് വെച്ച് നൽകിയ സംഘടനയുടെ ക്രെഡിബിലിറ്റിയെയും നിലനിൽപ്പിനെയും സാരമായി ബാധിക്കും വിധമായിരുന്നു. അതിനെതിരെ ആ സംഘടനയുടെ മേധാവി ഫിറോസ് രംഗത്ത് വന്നിരുന്നുവല്ലോ. പിന്നീട് അങ്ങോട്ട് കുറെ നാളുകൾ രേണു സുധിയും ഫിറോസും ചില യൂട്യൂബേഴ്സും തമ്മിൽ ഇതിനെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങേറി. അതിനൽപ്പം ശമനമുണ്ടായപ്പോൾ അതാ വരുന്നു ബിഷപ്പിന് നേരെ. ബിഷപ്പ് പറയുന്നു, ആ സമയത്ത് യാതൊരു പരിചയവുമില്ലാത്ത ഒരു വാഹനം എന്റെ വാതിലിന് നേരെ വന്ന് നിർത്തിയിട്ട് ആജാനബാഹുക്കളായ 2 മനുഷ്യരിറങ്ങി എന്റെ ഫോട്ടോ എടുത്തതിന് ശേഷം നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് കാർ വിട്ടുപോയി എന്ന്. ഞാൻ ചെയ്ത ഒരു നന്മ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നത് മാത്രമാണ്. അതിനുവേണ്ടി അവരുടെ സുഹൃത്തുക്കളും അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. എന്നെ കൊലപ്പെടുത്തുവാൻ 2-3 തവണ ഇവിടെ ആളുകൾ വന്നു. ഞാൻ പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. എന്റെ ജീവന് ഭീഷണിയുണ്ട്. നമ്മളൊക്കെ സ്നേഹിച്ചിരുന്ന രേണു സുധിയെക്കുറിച്ച് ഒരു ആദരണീയനായ വ്യക്തി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. രേണു സുധിയിൽ പെട്ടെന്നുണ്ടായ ഉയർച്ചയോടൊപ്പം വന്ന മാനസിക പരിവർത്തനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ മനക്കരുത്തും തന്റേടവുമൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അഹങ്കാരവും ഗുണ്ടകളുടെയും ഒക്കെ ആവശ്യമുണ്ടോ? ബിഷപ്പ് തിരുമേനി പറയുന്നു, ഇനിയും പലരെയും സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സഹായം ചെയ്യാൻ ഇപ്പോൾ ഭയം തോന്നുകയാണ്. ഒത്തിരി മനപ്രയാസം അനുഭവിച്ചു. കരയേണ്ട അനുഭവങ്ങൾ വന്നു. രേണു സുധി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് തന്നെ വിഷമിപ്പിച്ചു. തന്നെ കുറിച്ച് ബ്ലോഗർമാരും കൂടെയുള്ളവരും തെറ്റായി പറയുമ്പോൾ രേണുവിന് ഒറ്റ വാക്കിൽ തിരുത്തി കൊടുക്കാമായിരുന്നു. ഇവിടെ സംഭവിച്ചത്, ഇനിയും സഹായിക്കേണ്ട നിർധനരായ പാവപ്പെട്ടവരുടെ കഞ്ഞിയിലാണ് രേണു പാറ്റയിട്ടത്. ഇനി മറ്റൊരാൾക്ക് സഹായം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമാകില്ല. രണ്ടാമതൊന്നുകൂടി ചിന്തിക്കും. തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയാണല്ലോ അവർ. ഇനി മിന്നാമിനിങ്ങനെ കണ്ടാലും ഒന്ന് പേടിക്കും. രേണു സുധിക്കെതിരെ ബിഷപ്പ് നിയമപരമായി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള അപകീർത്തികരമായ വീഡിയോകൾ പിൻവലിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ താൻ ഇഷ്ടദാനം കൊടുത്ത വസ്തു തിരിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രേണു സുധിക്കിപ്പോൾ കാറായി, ഡ്രൈവറായി, മാനേജറായി, നാനാ വഴിക്ക് നിന്നും വരുമാനവുമായി. കൂടാതെ അവർ കഴിക്കുന്ന മുന്തിയ മദ്യത്തിന്റെ ബ്രാൻഡ് പോലും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു. വോഡ്ക മാജിക് മൂവ്മെന്റ് ആണത്രേ ആ ബ്രാൻഡ്. അങ്ങനെ ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷമാക്കുകയാണ് അവർ. ഈ സാഹചര്യത്തിൽ കടന്നു വന്ന വഴികളും അനുഭവിച്ച ജീവിതയാതനകളും സഹായിച്ച കരങ്ങളെയും അപ്പാടെ മറന്നു. വീട് വെച്ചു കൊടുത്ത് സഹായിച്ച ഫിറോസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വേദന തോന്നുന്നു. അദ്ദേഹം നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ കഥ വിവരിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ വെച്ചു കൊടുത്ത് പലരെയും സഹായിച്ച അദ്ദേഹം പറയുന്നു, ഇനി ആരെയും ഞാൻ സഹായിക്കില്ല എന്ന്. ഇതിനെല്ലാം കാരണം ഒരൊറ്റ വ്യക്തിയുടെ അപക്വമായ അഹങ്കാരം
നിറഞ്ഞ വാക്കുകളാണെന്ന് ഓർക്കുക. രേണുസുധിയുടെ വീടിന് ചുറ്റുമതിൽ കെട്ടാൻ 1,00,000 രൂപയ്ക്ക് മേൽ സഹായം നൽകിയിരുന്നത് മറുനാടൻ സാജൻ സ്കറിയയായിരുന്നു. അദ്ദേഹം ഫിറോസ് പറഞ്ഞ സങ്കട കഥകൾ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഇത് രേണുസുധിയെ വല്ലാതെ ചൊടിപ്പിച്ചു. സാജൻ സ്കറിയക്കെതിരെയും രേണുസുധി വാളെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ടു. ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പണവും പ്രശസ്തിയുമൊക്കെ വരുമ്പോൾ പലരും സഹായികളായി അടുത്തുകൂടും. അവർ നമ്മളെ സ്നേഹം നടിച്ച് ശാസിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ മിക്കവാറും അവരുടെ സ്വാധീന വലയത്തിൽ നമ്മൾ അകപ്പെടുകയും ചെയ്യും. അവർ കാട്ടിത്തരുന്ന വഴി പെരുവഴിയാണെന്നും അവർ കാട്ടിത്തരുന്ന കുഴി പടുകുഴിയാണെന്നും മനസ്സിലാക്കാതെ നമ്മൾ അതിൽ വീഴുകയും ചെയ്യും. നമ്മുടെ പണവും പദവിയും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അവർ ഒന്നും അറിയാത്തവരെ പോലെ നടന്നകലും. അപ്പോൾ നമ്മുടെ നിഴലും നമ്മളും മാത്രം ബാക്കിയാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്. പല വഴികളിൽ നിന്നും ലക്ഷങ്ങൾ ഒഴുകി വന്ന് ബാങ്ക് ബാലൻസ് കുമിഞ്ഞു കൂടിയപ്പോൾ വീട്ടുകാവലിന് പോലീസും പരിചാരകരും സ്വന്തമായി ഒരു ബ്യൂട്ടീഷ്യനും ഉണ്ടായിരുന്ന ജിഷയുടെ അമ്മ രാജേശ്വരിയുടെ ഇന്നത്തെ അവസ്ഥ കരളലിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പൂന്താനത്തിന്റെ വരികൾ ചുമ്മാതൊന്നും മൂളിപ്പോവുകയാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. രേണുസുധിയുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റുകളാണിതൊക്കെയെന്ന് അവർ മനസ്സിലാക്കി അതിനെ സ്വയം തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഇപ്പോൾ രേണുസുധി അപമാനിച്ച് വേദനിപ്പിച്ചിരിക്കുന്നവരെല്ലാം തന്നെ നല്ല മനസ്സുകളുടെ ഉടമകളാണ്. അത് ബിഷപ്പായാലും ഫിറോസ് ആയാലും സാജൻ സ്കറിയ ആയാലും അവരോടൊക്കെ ഒരു ക്ഷമ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തെറ്റ് പറ്റിയെന്ന് ഉത്തമ ബോധ്യമുണ്ടായാൽ അത് തിരുത്തുമ്പോഴാണല്ലോ നമ്മൾ വലിയ മനുഷ്യരാകുന്നത്. രേണുസുധിയെ തിരുത്തേണ്ട ബാധ്യത ഇപ്പോൾ രേണുസുധിയോടൊപ്പം നിന്ന് ഉപദേശം നൽകുന്നവർക്കുമുണ്ട്. പറ്റിപ്പോയ തെറ്റുകളും വീഴ്ചകളും ഒക്കെ തിരുത്തി മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കാൻ രേണുസുധിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എന്ന പിടിവാശിയിൽ ഒടുങ്ങുന്നത് വെറും നിമിഷങ്ങളല്ല, ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത ഒരു മനോഹരമായ ജീവിതകാലമാണ്. മറ്റുള്ളവരെ ചൊൽപ്പടിക്ക് നിർത്തുകയല്ല, നമ്മളെ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.